വഖഫ് അധിനിവേശത്തിനെതിരെ ലൈവത്തോൺ നടത്തി ജനം TV. വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി തുടങ്ങിയിടങ്ങളിലെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അതിഥികളുടെ വിലയിരുത്തലും ഉൾപ്പെടുത്തിയാണ് തത്സമയ ലൈവത്തോൺ സംഘടിപ്പിച്ചത്. പിന്നെ ഞാൻ എൻ്റെ താമസിക്കുന്ന സ്ഥലത്തോട് ചേർന്നിട്ട് 12.25 സെൻറ്റ് സ്ഥലം 1998 വാങ്ങിയതാണ്. കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞ അടുത്തുനിന്ന്, ആലങ്ങാട്ടി കൃഷ്ണൻകുട്ടീൻ്റെ അടുത്തുനിന്ന് അത് വാങ്ങി. അത് പിന്നെ മണ്ണിട്ട് നിർത്തിയൊരു വയലായിരുന്നു. ഞാൻ പിന്നെ കരഭൂമി വരെ ആക്കിയെടുത്താണ്. ഇപ്പോഴാണ് നോട്ടീസ് വരുന്നത് അത് വഖഫ് ഭൂമി കയ്യേറിയതാണെന്ന് പറഞ്ഞു. അതൊരു മാനസികമായിട്ട് വലിയ വിഷമമുണ്ടാക്കി. കാരണം നമ്മൾ പൈസ കൊടുത്ത് അവരെ നേരിട്ട് വാങ്ങിയതാണ്, എൻ്റെ ഉടമ ഏൽപ്പിച്ചു തന്ന ഭൂമിയാണ്. അപ്പോൾ അത് 16-11 മറുപടി തരണം. 19 ഓൺലി മീറ്റിൽ പങ്കെടുക്കും വേണം. സ്വന്തം കിടപ്പാടം പോലും നഷ്ടമാകുന്ന ഭീതിയാണ് മതരാഷ്ട്രീയ ഭേദമന്യേ വയനാട്ടിൽ ജനങ്ങൾ പങ്കുവച്ചത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദിനംപ്രതി പുതിയ അധിനിവേശത്തിന്റെയും കയ്യേറ്റത്തിന്റെയും വാർത്ത വരുന്ന പശ്ചാത്തലത്തിലാണ് ജനം TV ലൈവത്തോൺ സംഘടിപ്പിച്ചത്. വഖഫ് ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കിയ ഇടത് വലത് മുന്നണികൾ ഇരട്ടത്താപ്പാണ് നടത്തുന്നതെന്ന് ചർച്ചയിൽ പങ്കെടുത്ത അതിഥികളും അഭിപ്രായപ്പെട്ടു. ഒരു മാസം കഴിഞ്ഞിട്ടും സമരം തുടരേണ്ടി വരുന്ന അവസ്ഥ വൈകാരികമായാണ് മുനമ്പത്തെ ജനത പങ്കുവച്ചത്. 56 കൊല്ലമായി ഞാനിവിടെ ജീവിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ കാരണന്മാർ ഒന്നിച്ച് ഞാനിവിടെ അക്കരെ നിന്നാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പം ഞങ്ങൾ ഇവിടെ വരുമ്പോൾ 14 വീട്ടുകാരാണുള്ളത്. 14 വീട്ടുകാരുടെ കണ്ട് ഞാൻ വളർന്നു പോകുന്നതാണ്. പിന്നെ അവരുടെ തലമുറ ജീവിച്ചിട്ടുണ്ട്, അവരെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ 14 വീട്ടുകാരെ കണ്ടും അവർ എങ്ങനെയാണ് ജീവിച്ചേക്കണം, അവരുടെ കൂടെ ഒന്നും ഞങ്ങളുടെ കാരണന്മാരെല്ലാവരും കൂടി കഷ്ടപ്പെട്ട് ഇത്തലുവാരിയും ഈ ചാപ്പപ്പണിയെടുത്തും ചീനോല വലിച്ചും ഈ വഞ്ചിക്ക് പോയി വല നീട്ടിയും ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളിവിടെ ജീവിച്ചത്. ഇപ്പോൾ ഈ 2 കൊല്ലം 9 മാസമായി ഞങ്ങളിവിടുന്ന് കഷ്ടപ്പെടുന്നത്. ഞങ്ങളിത് വക്കപ്പോടിൻ്റെ ഭൂമിയല്ല ഇത്. കിടപ്പാടം നഷ്ടമാകുന്ന ഭീതിയിലാണ് ചെല്ലാനത്തെ തീരദേശവാസികളും. പരാതിപ്പെടാൻ ഭയന്നും എന്നാൽ സ്വന്തം മണ്ണ് കൈവിട്ടു പോകുമെന്ന ആശങ്കയും കണ്ണൂർ തളിപ്പറമ്പിലും കോഴിക്കോടും കണ്ടു. ന്യൂസ് ഡെസ്ക് ജനം.